ചലച്ചിത്രത്തിൽ നിർമ്മാണം ചെയ്തിട്ടുള്ളത് വെള്ളി ചലച്ചിത്ര വീട്. പറഞ്ഞാൽ വിശ്വസിക്കില്ലെന്നറിയാം, പക്ഷെ വിശ്വസിക്കണം. വിശ്വസിക്കോടോ? ഞാൻ വിശ്വസിക്കില്ല. നോക്കാം. ബംഗാളി ആയിട്ടാണ് ഞാൻ ലാസ്റ്റ് നിന്നെ കണ്ടത്. ഭാഗ്യം ഞാനത് കാണാഞ്ഞത് കാസ്റ്റിംഗിന്റെ സമയത്ത്. സുരാജിലേക്ക് എത്തുന്നതിന് മുമ്പ് ആ ക്യാരക്ടർ പലരോടും നമ്മൾ പറഞ്ഞതാണ്. ഞാൻ സൂപ്പർ സ്റ്റാർസിനോട് വരെ പറഞ്ഞതാണ്. ഡിസൈനർ കം ആക്ടർ മലയാള സിനിമയിൽ അതാണ് പൂജ. ഞാൻ ഈ 56 ദിവസം ബഹുമാനിച്ചില്ലല്ലോ എന്നുള്ളത്. എന്താ കഴിച്ച രാവിലെ? കിഴങ്ങ്. ഞാൻ ഇന്നൊരു സിനിമയൊന്നും കണ്ട് കരഞ്ഞിട്ടില്ല. സ്വന്തം യൂട്യൂബ് വീഡിയോസ് ഇല്ല. മഹാഭാരത് നടന്ന എന്താന്ന് ഓർമ്മയില്ലേ? ഇല്ല, ഞങ്ങളൊന്നില്ല. അല്ല, അവിടെയാണ് തിയേറ്റർ ഒന്ന് ഇളകിയത് എന്നാണ്. ഇതൊന്നും തീർന്നില്ലെങ്കിൽ ഹോം എന്ന് പറയുന്ന സിനിമ ഞാൻ ഇന്ദ്രൻ ചേട്ടനെ വെച്ച് അനൗൺസ് ചെയ്യുമ്പോൾ അതെനിക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള കഥാപാത്രം അദ്ദേഹമാണെന്ന് തോന്നി. ഇപ്പോൾ എല്ലാവരും ചോദിച്ചു ഇതെങ്ങനെ വർക്കാവും, പക്ഷെ അത് ആ കണ്ടന്റിൽ അല്ലെങ്കിൽ ആ കാസ്റ്റിംഗ് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഒരു പടം അഭിനയിച്ചിട്ടുണ്ട്, അത് പുറത്തു പറയാൻ പറ്റാത്തൊരു പ്രോജക്റ്റ് ആണ്. അത് ഏ പടമാണോ? പറയാൻ പറ്റുന്ന പടം. സന്ദീപ് ഒഴിച്ചുള്ള 3 പേരും മനുവിന്റെ ലൈഫിൽ ഉള്ളതാണ്. നായിക ഉൾപ്പെടെ തേപ്പൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. തേപ്പല്ല. പെണ്ണും പോയി കിളിയും പോയി. ബ്യൂട്ടിഫുൾ ബ്രേക്കപ്പ് അങ്ങനെ റിയൽ ലൈഫിൽ സ്വാപ്പ് ആവാൻ ചാൻസ് കിട്ടിയ ലാലേട്ടനെ മമ്മൂക്കിയായിട്ട് സ്വാപ്പായ ഒരു ദിവസം അവരായിട്ട്. അപ്പൊ ലാലേട്ടന്റെ ഉള്ളിൽ ആര്? ഒരുപാട് സിനിമകൾ ഇപ്പൊ മലയാളത്തില് ഇങ്ങനെ അണ്ടർ റേറ്റഡ് അല്ലെങ്കിൽ ഡിസേർവിംഗ് ആവാതെ പോകുന്ന ഒരുപാട് സിനിമകളുണ്ട്. മേ ബി കാസ്റ്റിംഗിന്റെ ഇതുകൊണ്ടാവാം. ഇവിടെ എത്ര സൂപ്പർ സ്റ്റാർസിന്റെ പടം ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ വാഷ് ഔട്ട് ആവുന്നില്ലേ? അപ്പൊ ഞാൻ അതിനെ ബിലീവ് ചെയ്യുന്നില്ല. ക്രഷ് അടിക്കുന്ന പോലെ ആയിരുന്നു എന്തിനെ. നിനക്ക് ക്രഷ് അടിച്ചാ? മലയാള സിനിമയിൽ ആസ്ഥാന പട്ടി കാസ്റ്റിംഗ് ഞാനാണ്. ഞാൻ കാസ്റ്റിംഗെല്ലാം പട്ടികളാണെന്ന് നമ്മുടെ എല്ലാവരും. Tell us about a time you felt really proud of yourself. ഇങ്ങനൊരു സമയം ഉണ്ടായിട്ടില്ല. ഇന്നത്തെ കല്യാണത്തിന്റെ വീഡിയോ 9 ലക്ഷം പോയിക്കൊണ്ടിരിക്കുക. അത്രയും പോലും നമ്മുടെ ട്രെയിനർ ഒരു ഫോട്ടോഗ്രാഫർ തെറി പറഞ്ഞിട്ടുണ്ട്. മനുവിന് 8:30 മണിയാകുമ്പോൾ ഉറങ്ങണം. കുഞ്ഞിലോട്ടുള്ള ശീലമാണോ? കുഞ്ഞിലെ 7:30 ഉറങ്ങുമായിരുന്നു. ഒരുപാട് ന്യൂ കമേഴ്സ് ആക്ടേഴ്സിന്റെ പറഞ്ഞ പോലെ ഒരുപാട് ന്യൂ ഡയറക്ടേഴ്സിനെ ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവന്ന